വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. ഇറ്റ്സ് മീ അനന്തത്തിൽ സാർമകളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മൾ ഫസ്റ്റ് ടൈം എക്സാം എല്ലാം അതിഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ടൈം എക്സാമിന്റെ പോർഷൻസുകളൊക്കെയാണ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. അത് നിങ്ങളുടെ സ്കൂളിൽ എക്സാം നടന്നാലും ഇല്ലെങ്കിലും ഫസ്റ്റ് ടൈം എക്സാമിന്റെ പോർഷൻസ് നിങ്ങൾ പഠിച്ച് മാറ്റി വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഒരു വലിയ ലോഡ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ സെക്കൻഡ് ടൈമിലോട്ട് വരികയാണെങ്കിൽ സെക്കൻഡ് ടൈമിൽ എന്താണ് പ്രത്യേകത? ഫസ്റ്റ് ടൈമിൽ ഇല്ലാത്തൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത സെക്കൻഡ് ടൈമിലുണ്ട്. സെക്കൻഡ് ടൈമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സുകളാണ് പ്രോഗ്രാമിംഗ് ചാപ്റ്റേഴ്സ്. നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് അല്ലേ? യെസ്, പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്, C++ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ഇനി സെക്കൻഡ് ടൈം എക്സാമിന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ C++ പ്രോഗ്രാമിംഗിൽ നിങ്ങൾക്ക് തരുന്ന ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. ഒരു ചെറിയൊരു കുഞ്ഞു ചാപ്റ്റർ ആണ്, ഒരു ഒറ്റ പീരീഡ് കൊണ്ട് തീരുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C+ എന്ന് പറഞ്ഞാൽ. ഏറ്റവും ബേസ്, കാരണം ഏതൊരു പ്രോഗ്രാമിൽ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ടോക്കൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ ടോക്കൺസ് എന്തൊക്കെയാണ്, കീവേഡ്സ് എന്താണ്, ഐഡന്റിഫയേഴ്സ് എന്താണ്, ഓക്കെ, ലിറ്ററൽസ്, അങ്ങനെ പലതരത്തിലുള്ള വാല്യൂസ് നമുക്ക് പ്രോഗ്രാമിംഗിലുണ്ട് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് പഠിക്കുന്ന ഒരു ഐറ്റം ആണെന്ത് ഈ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, പ്രോഗ്രാമിംഗിന്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ഇത് ഈ ഒരു ചാപ്റ്റേഴ്സ് മിസ്സാക്കാതെ നിങ്ങൾ പോയിരിക്കണം. കാരണം ഇതിന്റെ ബേസ് ലെവൽ പോലെ ലാസ്റ്റ് ചാപ്റ്റർ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് അടുത്ത് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഒരു കോർ ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം പ്രോഗ്രാമിംഗിനുള്ളിലുള്ള പക്ക ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. നല്ല വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് എവിടെ വരാറുണ്ട്? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, ഡേറ്റ ടൈപ്പ് എന്താണ്, പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അരിത്തമെറ്റിക്, റിലേഷണല്, ലോജിക്കല്. നമ്മൾക്ക് മാത്സിലൊക്കെ ഒക്കെ എങ്ങനെ റൈറ്റ് ചെയ്യുന്നതാണ്, ഇങ്ങനെയൊക്കെയാണ് റൈറ്റ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ എന്താണ് പ്രോഗ്രാമിംഗ് വരുമ്പോൾ എന്താ മക്കളെ, >= എന്നൊക്കെ എന്താണ് നമ്മൾ റൈറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. എന്നാൽ ആ ഓപ്പറേറ്റേഴ്സ് നിസ്സാരമായിട്ട് കണക്കാക്കിയാൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാനും ഈ കോൺസെപ്റ്റ് ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറയുന്നതാണ് നമ്മൾ എന്ത്, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗിലാണ് നിങ്ങൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ പഠിക്കുന്നത്. കാരണം ഈ രണ്ട് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ രണ്ട് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മാത്രമേ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗിനകത്തുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കാരണം ഈ രണ്ട് ചാപ്റ്റേഴ്സിന്റെ ബേസ് പഠിക്കുന്നുണ്ട്. ആ ബേസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാം അല്ലെങ്കിൽ ക്വിക്കായിട്ട് പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ബേസ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ സ്ട്രക്ചർ, ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പക്ക പ്രോഗ്രാം ചാപ്റ്റർ ആണ് തേർഡ് ചാപ്റ്റർ. ഓക്കെ, തേർഡ് ചാപ്റ്റർ പ്രോഗ്രാമിന്റെ തേർഡ് ചാപ്റ്റർ കേട്ടോ. യെസ്, നെക്സ്റ്റ് എടുത്ത് നോക്കാം. അടുത്ത ചാപ്റ്റർ ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് പഠിച്ചായിരുന്നു. ട്രൂ ഓർ ഫോൾസ് അല്ലേ? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട്, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട്. ദെൻ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചായിരുന്നു. നമുക്ക് 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് എന്ന് പറഞ്ഞ ടാസ്ക് നമുക്ക് ഒന്നിൽ കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ അത്തരത്തിൽ ഒരു റിപ്പീറ്റേഷൻ വരെ സ്റ്റേറ്റ്മെന്റ്സ് വിളിക്കുന്ന പേരാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ. അപ്പം അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. യെസ്, അപ്പൊ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് മക്കളെ? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. പരീക്ഷയ്ക്ക് നല്ല വെയിറ്റേജ് വരുന്നതാണ്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഈ 4 ചാപ്റ്റേഴ്സ് ഇല്ലേ, ഈ 4 ചാപ്റ്റേഴ്സും അടുത്ത കൊല്ലം ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നു. നിങ്ങളുടെ അടുത്ത കൊല്ലത്ത് അവൻ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഈ 4 ചാപ്റ്റേഴ്സിന്റെ ഫുൾ കണ്ടന്റ് വീണ്ടും അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തേക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാല് റഫർ ടെക്സ്റ്റ് ബുക്ക്, +1 ടെക്സ്റ്റ് ബുക്ക് റഫർ ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ കണ്ടന്റ്സും പറയുന്നില്ല. പക്ഷെ എന്താണ്, എല്ലാ കണ്ടന്റ്സും അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചാൽ ഡബിൾ ആണ്. ഒരു പടിക്ക് 2 പക്ഷിയാണ് കേട്ടോ. അതായത് ഇവിടെ +1 കിട്ടുന്നുണ്ട്, +2 കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് തന്നെയാണ് ഈ പ്രോഗ്രാമിംഗ് ചാപ്റ്റേഴ്സ് കേട്ടോ. ഒരിക്കലും ഈ കാര്യങ്ങൾ മിസ്സാക്കല്. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ, ഈ ഒരു പഠനത്തിന് വേണ്ടി ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ളതും ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാനും വേണം. അപ്പൊ ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാനോട് പഠനത്തിന് നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, നമ്മുടെ +1 യുവ കൊമേഴ്സ് ബാച്ചിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.